ഇത് കടകംപള്ളി സുരേന്ദ്രൻ. താൻ എൻ്റെ പേര് ഈ വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് മാസങ്ങളായില്ലേ? ചുണയുണ്ടെങ്കിൽ താൻ തൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ നാളെ കോടതിയിൽ ഹാജരാക്കുക. കോടതിയും ജനങ്ങളും കാണട്ടെ. ആ വി ഡി സതീശനെ കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെയാണ് വെല്ലുവിളിച്ചത്. തിരിച്ച് വി ഡി സതീശൻ അയാൾ വെല്ലുവിളിക്കുന്നത് എന്തിനാണ്? എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരിക്കും. കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏറ്റെടുത്തതോടെ കടകംപള്ളി മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള എല്ലാ CPM-കാരും ഇതാ നെട്ടോട്ടത്തിലായി. തടുക്കാൻ ഇനി ഒന്നുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി. സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രിയുടെ എല്ലാ പങ്കും വ്യക്തമാക്കുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും സധൈര്യം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അയാൾ വെല്ലുവിളിക്കുന്നത് എന്തിനാണ്? എനിക്കെതിരെ കേസിൽ എല്ലാ കോടതിയും ഞാൻ ഹാജരാക്കുമല്ലോ, അതിനെന്തിനു വെല്ലുവിളിക്കുന്നു എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത്. തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും, അതുകൊണ്ടാണ് നോട്ടീസിന് മറുപടി കൊടുത്തത്. 2 കോടി രൂപയുടെ മാനനഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചു. 10 കോടി എങ്ങനെ 2 കോടിയായി എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ കടകംപള്ളിയോട് ചോദിക്കുന്നത്. മാനത്തിന്റെ വില പെട്ടെന്ന് കുറഞ്ഞു പോയെന്നു. എന്തായാലും ദ്വാരപാലക ശില്പം വാങ്ങിച്ചത് ഒരു കോടീശ്വരനായിരിക്കുമല്ലോ എന്ന് സതീശൻ ചോദിക്കുന്നു. പാവപ്പെട്ട ആർക്കും അത് വാങ്ങാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ ഒരു കച്ചവടം നടത്തി എന്നിട്ട് വ്യാജ ദ്വാരപാലക ശില്പം ഉണ്ടാക്കിയാണ് ചെന്നൈക്ക് കൊടുത്തുവിട്ടത്. അന്നത്തെ കാലത്ത് ദേവസ്വം മന്ത്രിയാണ് സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രൻ. അവിടെ നടന്നത് അദ്ദേഹം അറിയണ്ടേ എന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിച്ചു. ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമനമാണ്. പത്മകുമാർ CPM-ന്റെ മുൻ MLA ആയിരുന്നയാൾ. CPM നിയമിച്ച ആളുകൾ അവിടെ ചെയ്യുന്നത് മന്ത്രി അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടേക്ക് പറഞ്ഞു വിട്ടതും ഇദ്ദേഹമാണ്. അതിന്റെ തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാമെന്നും വി ഡി സതീശൻ തിരിച്ചു മറുപടി കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ ഈ മാനം എങ്ങനെ 10 ലക്ഷമായി കുറഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. കോടതിയിൽ കേസ് നടക്കുമ്പോൾ അപ്പോഴല്ലേ തെളിവ് നൽകേണ്ടത്? അത് തുടങ്ങിയിട്ടില്ലല്ലോ. തെളിവ് ഹാജരാക്കിക്കൊള്ളാമെന്ന് മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കടകംപള്ളിക്കെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ദ്വാരപാലക ശില്പം ആർക്കാണ് കൊടുത്തതെന്ന് കടകംപള്ളി വ്യക്തമാക്കണമെന്നാണ് താൻ ആവശ്യപ്പെട്ടത്. അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രനെന്നും അതിലൊരു മാറ്റവുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. അന്നത്തെ ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു എന്ന് കോടതിയാണ് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് അല്ലെന്നും വി ഡി സതീശൻ എടുത്തു പറഞ്ഞു. നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെല്ലുവിളിച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നത്. അതിനാണ് ഇപ്പോൾ പണി ഇരന്ന് വാങ്ങിയത്. ചുണയുണ്ടെങ്കിൽ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനാണ് കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചത്. എല്ലാ കോടതിയും ജനങ്ങളും എല്ലാം കാണട്ടെ എന്നാണ് കടകംപള്ളി ഫേസ്ബുക്കിൽ എഴുതിയത്. അതിന് വ്യക്തമായ മറുപടി ഇതാ പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നു. ഇനി ശേഷം കോടതിയിൽ കാണാം.